കോർപ്പറേഷൻ ബോർഡ് അധ്യക്ഷ നിയമനങ്ങൾ വൈകുന്നതിൽ UDF-ലും കോൺഗ്രസിലും അതൃപ്തി പുകയുന്നു. പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൂർത്തിയാകാത്തതിൽ മന്ത്രിമാരും അസംതൃപ്തരാണ്. തെരഞ്ഞെടുപ്പിൽ സഹായിച്ചവർക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് CPM നേതാവ് P. രാജീവ്. കോൺഗ്രസ് നിലപാടിനനുസരിച്ച് മാത്രമേ സർക്കാർ പ്രവർത്തിക്കൂ എന്നാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാർ അധികാരമേറ്റെടുത്ത 2 മാസം പിന്നിടുമ്പോഴും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പോലും പൂർണ്ണമല്ല. ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ നിയമനങ്ങളുടെ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ല. നിയമനം വൈകുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുകയാണ്. മന്ത്രിമാർക്കും നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. നിയമനങ്ങൾ വൈകുന്നത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. സഹായിച്ചിട്ടുള്ള ശക്തികളുടെ ആ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഗവൺമെൻറ് വന്നിട്ട് 2 മാസത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഇത്രമാത്രം ഒരു അനൈക്യത്തിലും പരസ്പര ധാരണയില്ലാതെയും കെട്ടുറപ്പില്ലാതെയും പോകുന്നു എന്നാണ് പ്രതികരണങ്ങൾക്കകത്തും ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലും പ്രതിഫലിക്കുന്നത്. ഭൂരിഭാഗം മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫുകളുടെ പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. അതേസമയം അതൃപ്തി പ്രകടിപ്പിക്കാൻ സമയമായിട്ടില്ലെന്നാണ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ എല്ലാ വിഷയത്തിനും നിങ്ങൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് കൊടുക്കണേ. കടുത്ത അതൃപ്തി. അതിലും ചെറുത് വല്ലതുണ്ടെങ്കിൽ എടുത്ത് പ്രയോഗിക്കുക. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയത് ഉപയോഗിക്കാം. ബോർഡ് കോർപ്പറേഷൻ വിഭജന ചർച്ചകൾ നടത്താൻ UDF യോഗം വിളിക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. നിയമനം വൈകുന്നത് സ്ഥാപനങ്ങളിൽ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.